നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയെ പരിഹസിച്ച ഗണേഷ് കുമാറിന്റെ പെണ്ണ് കേസുകൾ ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിഹസിച്ച് ആളാകാൻ ശ്രമിച്ച സംസ്ഥാന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാലയാണ്. പെണ്ണ് കേസിൽ തല്ലുകൊണ്ടതടക്കമുള്ള പഴയ സംഭവങ്ങൾ കുത്തിപ്പൊക്കിയാണ് ഗണേഷ് കുമാറിന്റെ വാർത്ത കൊടുത്ത ഓൺലൈൻ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും മറ്റും നിരക്കുന്നത്. സുരേഷ് ഗോപിയെ കുറിച്ച് ഇനി ഒന്നും പറയുന്നില്ല, അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചവരൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊള്ളുക എന്നതേയുള്ളൂ എന്നിങ്ങനെയായിരുന്നു പാലക്കാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗണേഷ് കുമാറിന്റെ ആക്ഷേപങ്ങൾ. കമ്മീഷണർ സിനിമയ്ക്ക് ശേഷം SP-യുടെ തൊപ്പി കാറിന് പിന്നിൽ വെച്ചാണ് സുരേഷ് ഗോപി യാത്ര ചെയ്തിരുന്നതെന്നും ഗണേഷ് കുമാർ പരിഹസിക്കുന്നു. എന്നാൽ ഈ വാർത്തയ്ക്ക് കീഴിൽ ഗണേഷിനെ കുന്തമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നാനാഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എല്ലാവരുടെയും കൂട്ടക്കരച്ചിൽ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തം, സുരേഷ് ഗോപി ചെയ്യുന്നത് നന്മയാണ്, അത് പലർക്കും അസൂയ ഉണ്ടാക്കുന്നു എന്ന് വേണം കരുതാനെന്നും ഒരാൾ പ്രതികരിച്ചു. ചിലരുടെ കാറിന് പിന്നിൽ സരിത ചേച്ചിയാണ് എന്നാണ് മറ്റൊരു കമന്റ്. സുരേഷ് ഗോപി ഏതായാലും ഒരു പെണ്ണ് കേസിലും പെട്ടിട്ടില്ല. മുൻ ഭാര്യ ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മോങ്ങിയിട്ടില്ല എന്നിങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ. ഏതായാലും ഗണേഷ് കുമാറിന്റെ സ്ത്രീ ബന്ധങ്ങൾ നേരത്തെ തന്നെ ചർച്ചാ വിഷയമായതാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടി കൊണ്ടതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെ ബന്ധപ്പെടുത്തി പറയുന്നത് സരിതയാണ്. എന്നാൽ സരിതയല്ല, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് ഗണേഷ് കുമാറിനെ തല്ലിയതെന്ന് കേരളത്തിലെ പത്രക്കാർക്കടക്കം അറിയുന്ന കാര്യവുമാണ്. ഏതായാലും ഗണേഷ് കുമാറിന്റെ സ്ത്രീബന്ധങ്ങൾ ഒന്നൊന്നായി ചർച്ചയാകുമ്പോൾ ഗണേഷ് കുമാർ ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയ മട്ടിലുമാണ്. സുരേഷ് ഗോപിയെ ആക്ഷേപിക്കാനിറങ്ങിയ ഗണേഷ് കുമാറിനെ കണക്കറ്റ് പരിഹസിച്ച് എടുത്തിട്ട് അലക്കുകയാണ് സോഷ്യൽ മീഡിയ.